രോഗിയായ ഭർത്താവ്, കിടപ്പ് രോഗിയായ ഭർത്താവിന് ഫുഡ് കൊടുക്കുന്നു. അതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് ഗായ്സ്. എനിക്ക് കണ്ടന്റായി ചിരി വരും. ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ ശോകമുഖമായിട്ടൊരു ഡേ ആണ്. ബിക്കോസ് നമ്മുടെ കണ്ണൻ ഒട്ടും വയ്യ. അപ്പോൾ എണീറ്റപ്പോഴേ ഒത്തിരി ലേറ്റായി. ആകെ ഒരു അലമ്പ് ഡേ ആയിരുന്നു. പക്ഷേ രാവിലെ മരുന്ന് കഴിച്ചപ്പോൾ കുറച്ച് ഭേദമുണ്ട്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഞങ്ങൾ അപ്പൂനെ കൊണ്ടാക്കാൻ പോവാണ്. ജിംബോനൊന്ന് ക്ലാസ് ഇല്ല കേട്ടോ, സ്റ്റഡി ലീവാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്, കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് വിശക്കുണ്ട്. ഞാൻ ടയേർഡായെന്ന് ഞാനില്ലടാ. ആ അപ്പം നിങ്ങൾ ഓടിക്കോ. അയ്യടാ, ഞാനിന്ന് ചെറിയൊക്കെ നല്ല പനി. ആ ആ ആ ഓക്കെ ഓക്കെ. ഇന്നലത്തെയും കൂടി അല്ലേ? ജിമ്മ കാറ് പിടിച്ചോ ചേട്ടനെ. തക്കാളി ലാസ്റ്റ് ഇടാവട്ടെ ജിമ്പോ, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ തക്കാളി ഓർഡർ പഴമില്ല. ഇന്നത്തെ കൂട്ടിയിട്ടല്ലോ ചേട്ടാ? എൻ്റെ ഇടത് കയ്യാ. ഗൈസ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു കാപ്പി കുടിച്ചിട്ടുണ്ട്. കാപ്പി ഞാൻ കുടിക്കാത്തതാണ്. പിന്നെ ശർക്കര കാപ്പിയാണ് ഒരിച്ചിരി എടുത്തു. കാരണം തൊണ്ടതിൻ്റെ ഇറങ്ങി പോകില്ല കേട്ടോ. ചപ്പാത്തി ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ കാരണം നല്ല ഉറക്കമാണ്. ഞങ്ങൾ ഇന്നത്തേക്ക് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആളുറങ്ങി എണീക്കുമ്പോഴേക്കും ഇനി കുറച്ച് വോയിസ് ഓവർ ചെയ്യാനുണ്ട്. ജിമ്പ് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. എൻ്റെ വോയിസ് ഓവർ കഴിഞ്ഞിട്ട് വേണം ആളെ പഠിപ്പിക്കാറുണ്ട്. ചേട്ടാ എന്നെ കരഞ്ഞേ, അമ്മേനെ കണ്ടില്ലേ? ആ വണ്ടിയിൽ പോയിട്ടില്ലേ? വണ്ടിക്ക് പോണ കണ്ട? അയ്യോ എന്തിനാ ചേച്ചി പാവം. ആ അമ്മയൊക്കെ പോകുമ്പോ കരയപ്പോഴേ പഠിക്കും. എവിടെയാണ് കളിക്കുന്നത്? ഇവിടെ എവിടെയുണ്ടല്ലോ ഇവിടെ ചെയ്യണേ കണ്ടിട്ടുള്ളൂ. എങ്ങനെയാണെന്ന് അറിയുമോ? അങ്ങനെയാണോ?
ഗൈസ്, നിങ്ങൾക്ക് അറിയോ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? ഞാനൊരു ഐഡിയ കണ്ടു വെച്ചിട്ടുണ്ട്, അത് കണക്ട് ആവുമെന്ന് നോക്കാം. ലൈറ്റർ വെച്ചിട്ട് പൈപ്പ് ഒന്ന് ഇങ്ങനെ ഉരുക്കും, അപ്പോൾ പൈപ്പ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആവും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യും, അപ്പോൾ റെഡിയാവുന്നതാണ് എൻ്റെ ചിന്താഗതി. സെറ്റാവും നോക്കാം. ചേട്ടൻ എപ്പോഴും ചെയ്യാറ് ഈ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ, ഫസ്റ്റ് കൊണ്ടുപോകണില്ല. കൊണ്ടുപോയില്ല, അമ്മ ഉണ്ടല്ലോ കാട്ടിയരാടാ. ചേട്ടൻ്റെ എവിടെയാ? ഇവിടെ പണിയുണ്ടല്ലേ, നമ്മുടെ തെക്കിനട മലമ്പലത്തിൻ്റെ അവിടെ വീട് പൊളിച്ചു മേല. നീ എങ്ങനെ കണ്ടു ചോറൊക്കെ കൊണ്ടുള്ള പോയത്? ആര് പറഞ്ഞു? ചേട്ടൻ വേണ്ട, ഞാൻ ചെയ്തുതരാം.
1 2 3 സ്റ്റാർട്ട്. സോറി, പഠിക്കാനാണ്. Lesson 1. In the park. New words. Richard Park. New words. New words. Picnic. Picnic. Bread crumbs. Hungry അല്ല. ഇത് സ്പെല്ലിംഗ് പറയും. പിക്നിക് എന്നിട്ട് കൈ വെക്കുക. സ്പെല്ലിംഗ്. P-I-C-N-I-C. അയ്യോ. UMBS. അച്ഛമ്മ നമ്മളെ മതി മതി, അതിന്റെ ദൂരത്തേക്ക് തന്നെ വിടല്ല, അത് ഓടും, വീഴും. ഇത് നമ്മളെ പേടിപ്പിക്കണ ജിമ്പ. അയ്യോ അമ്മി, ജിംബോ ജിംബോ വേണ്ട, ജിംബോ ഇങ്ങോട്ട് വാ, ജിംബോ ഇങ്ങോട്ട് വാടാ. ഇല്ല, ജിംബോ ഒന്ന് ഇച്ചിരി ചക്ക കറങ്ങി വെച്ചോക്കെ കേട്ടോ. ഓ നൈസായിട്ടുണ്ട്, നല്ല വെളുത്തുള്ളിയൊക്കെ ആയിട്ടുണ്ട്, രസമുണ്ട്. ഹലോ ഡൂയിങ്. The buffalo was bathing in a pool. Very good. Grammar എനിക്കറിയാം. അങ്ങനെ ഗൈസ് ഫൈനലി ഞാൻ അത് പ്രഷർ പമ്പ് വെച്ചിട്ട് പമ്പ് ചെയ്തു. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നൊരു സംഭവമാണ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഐറ്റംസുള്ള ഒരെണ്ണമാണ് ഇത് കേട്ടോ. നെക്സ്റ്റ് പരിപാടിയാണ് എൻ്റെ ഡ്രില്ല് ചെയ്യുന്നത്. ഈ രണ്ടെണ്ണം എനിക്ക് എൻ്റെ ലൈഫിൽ ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ച ഈ രണ്ട് സംഭവങ്ങളാണ്. അതിൽ ഒരെണ്ണം ഇപ്പം നടന്നു, നെക്സ്റ്റ് ഡ്രില്ലിങ് നടക്കുമല്ലോ എനിക്കറിയില്ല, ബട്ട് ഒന്ന് ട്രൈ ചെയ്യണം. ഇത് സത്യത്തിൽ ഞാനത് ഒരിക്കലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാൻ ഒരു 100-ൽ ആക്ച്വലി 99.9 ഞാൻ ട്രൈ ചെയ്തു. ആ പൈപ്പ് കുത്തി കയറ്റുന്നത് ആക്ച്വലി ഭയങ്കര ഒരു സീനായിരുന്നു. ബട്ട് എങ്ങനെയൊക്കെയോ ഞാനത് സെറ്റാക്കിയെടുത്തു. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും കേട്ടോ. നമുക്ക് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതും അതുപോലെ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഞാൻ ആക്ച്വലി ഇതൊന്നും എന്നെക്കൊണ്ട് ഒരിക്കലും എന്നെക്കൊണ്ട് ഒരിക്കലും കഴിയാത്തതാണല്ലോ ഈ സംഭവങ്ങൾ. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നൊരു ആളാണ് ഞാൻ ആക്ച്വലി വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ വാഗമൺ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിൻചേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ശരത്ത്. അപ്പോൾ ആ സമയത്ത് വിൻചേട്ടൻ്റെ ഓരോ റീൽസുകളൊക്കെ ആളാണ് എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പം ഞാനൊരു ദിവസം പറഞ്ഞു, എടാ ഞാൻ ട്രിപ്പ് പോയ വീഡിയോ എനിക്കൊന്ന് എഡിറ്റ് ചെയ്ത് തരുമോ. അപ്പോൾ ശരിക്കും എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം പലർക്കും, പക്ഷേ എങ്കിലും അവനവൻ്റെ വീഡിയോ അവനവൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഏറ്റവും നല്ലൊരു ഔട്ട്പുട്ട് വരിക. പക്ഷേ നല്ല എഡിറ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആയിട്ടും അതിനേക്കാട്ടിലും അബവ് ആയിരിക്കും. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ വീഡിയോ നമ്മൾ തന്നെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരാളോടും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പിന്നെയാണ് ഇങ്ങനെ വെച്ചത്, അയ്യോ ഞാൻ എന്ത് മണ്ടത്തരാണല്ലേ അവനോടൊക്കെ പറഞ്ഞത്. കാരണം ഇത്രയും സിമ്പിളാണോ എന്ന് വിചാരിക്കും ഇപ്പോൾ, പക്ഷെ ഒരിക്കലും സിമ്പിളല്ല കേട്ടോ. ഞാൻ ഒരു ലാസ്റ്റ് കഴിഞ്ഞ വർഷം ഡിസംബർ തൊട്ടാണ് ആക്ച്വലി ഞാൻ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയത്. അന്ന് ഞാൻ രാത്രി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് റെസ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട്
പണികളൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും മിക്കതും ഞാൻ ഫോണിൽ തന്നെയായിരുന്നു. എൻ്റെ ഡെലിവറി വരെ ആയിരുന്നു എനിക്ക് ടൈം. ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഡെലിവറി വരെ ഞാൻ ഇത് എഡിറ്റിങ്ങൊക്കെ ഞാൻ പഠിച്ചെടുക്കും, എല്ലാം നല്ല അത്യാവശ്യം ബേസൊക്കെ ഞാൻ പഠിച്ചെടുക്കും എന്ന മൈൻഡിൽ എൻ്റെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ബട്ട് അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ കുറേ ടൈം ഇതിൽ കുറേ സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് ആക്ച്വലി ഈ എഡിറ്റിങ് സംഭവങ്ങളെന്ന് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഈസിയൊക്കെയാണെന്ന് വിചാരിക്കും. പക്ഷേ അറിയാത്തൊരു ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞാനൊരു എക്സാമ്പിളാണ് അങ്ങനെ. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ഈസിയാണെന്ന്, പക്ഷേ അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു സംഭവം ആക്ച്വലി ഈ വേൾഡിലില്ല. നമ്മളെക്കൊണ്ട് എന്ത് വേണമെങ്കിലും പറ്റും. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളും നമ്മൾ സൈഡിൽ നിന്ന് ഉണ്ടാവണം. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, പ്ലാനിങ് ചെയ്ത് ഡേ ബൈ ഡേ നമ്മളെല്ലാ ദിവസവും അതിങ്ങനെ കവറപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഗൈസ്. അതിൽ ഒരെണ്ണമാണ് ഇത് കേട്ടോ. ആക്ച്വലി എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട്. എല്ലാവരും വിചാരിക്കും ഈ പമ്പിയിലാണ് ആക്ച്വലി ഇത്ര ബുദ്ധിമുട്ട് എന്നുള്ള വിചാരിക്കും. പക്ഷേ ഗൈസ് അങ്ങനെയല്ല. ഞാനുണ്ടല്ലോ വിൻചേട്ടനെ എപ്പോഴെങ്കിലൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ മുറ്റം ക്ലീൻ ചെയ്യാറൊന്നുമില്ല കേട്ടോ ആൾ. വണ്ടിയൊക്കെ കഴുകാനും അങ്ങനെ മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷേ ഞാൻ എത്ര ബക്കറ്റ് വെള്ളമൊക്കെ ഒഴിച്ച് ചൂലങ്ങളൊക്കെ അടിച്ച് വാരി എത്ര ബുദ്ധിമുട്ടി ആണെന്നറിയോ ഗൈസ് ഞാൻ ഈ മുറ്റമൊക്കെ ക്ലീൻ ചെയ്തിരുന്നത്. മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഈ ടൈലിടുന്നതിന് മുന്നേ വേറൊരു ടൈലായിരുന്നു. അയ്യോ, അതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും ഇടാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ അടിച്ച് വരുമ്പോൾ എന്തോരം വെള്ളം വേസ്റ്റ് ആവുന്നില്ല. പക്ഷേ ഇത് നമ്മൾ ഈ പമ്പ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളം കുറവാണ് ആക്ച്വലി ഉപയോഗം എന്നും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ബക്കറ്റിൽ വെള്ളം ഇത് തൂക്കി പിടിച്ച് കൊണ്ടുവന്ന് ഒഴിച്ച് ചൂല കൊണ്ടൊക്കെ അടിച്ചു വാരി നടുവടിയും. പക്ഷേ ഇത് ചെയ്തപ്പോൾ ഉണ്ടല്ലോ പക്ഷേ വേറൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കയ്യിന് ഭയങ്കര ഒരു ഷിവറിങ്, ഒരു തരിപ്പ് പോലെ ഒരു ഫീല് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി എനിക്ക് ഈ ബേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു സീൻ ഉണ്ടായിരുന്നു. അതായത് ഈ ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡിൽ ഒരു സീൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നാൾ എൻ്റെ കാലിലെ നീര് സീൻ മാറിക്കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആക്ച്വലി ബേക്കിംഗ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുവരെ ഒരു പോസപ്പ് കൊടുത്തിരിക്കുകയാണ് ആക്ച്വലി എൻ്റെ ബേക്കിങ്ങിന്. ഈ സന്തോഷം കണ്ടില്ല ഗൈസ്, അത്രയും വെരി വെരി മച്ച് ഹാപ്പിയായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ കണ്ണൻ ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഫുഡ് കഴിക്കാറുന്നതാണ് ഗൈസ്. ഇന്ന് ഞങ്ങളുടെ ഫേവറേറ്റ് ലഞ്ചാണ് ഇടിച്ചക്ക തോരൻ. നിങ്ങൾക്കൊക്കെ ഈ വർഷം ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇടിച്ചക്ക കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇടിച്ചക്ക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിച്ചിട്ട് ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഇടിച്ചിട്ട് ആണ് കാച്ചി വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ആദ്യം ഇടിച്ചക്ക പശയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് കഷ്ണങ്ങളാക്കി മുറിക്കും. അങ്ങനെയാണ് ഗൈസ്. കണ്ടോ എൻ്റെ റൂമൊക്കെ കണ്ടില്ലേ എങ്ങനെയുണ്ട്? നൈസല്ലേ? 2-3 ദിവസമായിട്ട് ഈ ഒരു അവസ്ഥയായിരുന്നു ഗൈസ്. വളരെ അലമ്പായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അലമ്പായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച പരിപാടി ഇങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. ശനിയാഴ്ച നമ്മൾ നിലാബിയും അരുൺ ചേട്ടനും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ വന്നന്ന് വൈകുന്നേരം ഏകദേശമൊക്കെ കുറച്ചൊക്കെ അലമ്പായി. പിന്നെ അത് ബീച്ചിലൊക്കെ പോയി കുറച്ചൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വീട് അലമ്പായി ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് സൺഡേ നോക്കുമ്പോൾ ഉത്സവമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം മൺഡേ കണ്ണന് വയ്യാതായി. അതന്നെയാണ് സംഭവം. അതൊക്കെ തന്നെ, കണ്ണന് വയ്യാതായി കഴിഞ്ഞാൽ നമുക്കൊന്നും അങ്ങോട്ട് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ആകെ അലമ്പായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റിൽ ഒരു ബീച്ചിലൊക്കെ പോയിട്ട് ആകെ കുറച്ചൊക്കെ അങ്ങനെ മണലല്ല എങ്കിലും ഒരു മണൽ എവിടേക്കോ ഒരു മണൽ ഫീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് അതൊക്കെ ക്ലീനാക്കി. ഇനിയിപ്പം കണ്ണൻ്റെ ബർത്ത്ഡേ അല്ലേ 17-ാം തീയതി ഗൈസ്. ബട്ട് അത്ര കൂടുതൽ ആഘോഷിക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഇന്നലെ ആക്ച്വലി വിളിച്ചേട്ടൻ ചോദിച്ചപ്പോൾ വിളിച്ചേട്ടൻ പറഞ്ഞു ഗൈസ് ആരെയും വിളിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ്. കാരണം ഫണ്ട് റേസിങ് കാരണം ഓഫീസ് ഓപ്പണിംഗ് അല്ലേ. അപ്പോൾ അതിൻ്റെ കുറേ അധികം തിരക്കുണ്ട്, കുറേ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ കമ്മിങ് ആണ്. 22-23 അങ്ങനെയാണ് നമുക്ക് ഡേറ്റൊക്കെ വരുന്നത്. ഏതാണെന്നൊന്നും ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബർത്ത്ഡേ പ്ലാൻ ആക്ച്വലി ഭയങ്കര കുറച്ചു. അതായത് നമ്മൾ അനിയത്തീനെ, അച്ഛനെ, അതായത് ചിഞ്ചുവിൻ്റെ വീട്ടിൽ നിന്നും പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ വേറെ ആരുമില്ല. അങ്ങനെയൊക്കെ ആയിട്ട് കുഞ്ഞ് പ്ലാൻ ആക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും വേറെ ആരെയും വിളിക്കുന്നില്ല. എങ്കിൽ പോലും വീടൊക്കെ ക്ലീൻ ആക്കേണ്ടത് നമുക്ക് അനിവാര്യമാണ്. ക്ലീൻ ആക്കേണ്ടതെന്നല്ല, എനിക്ക് കുറച്ച് കുഞ്ഞു പരിപാടികളുണ്ട്. അതായത്
മുറ്റം ഒന്ന് സെറ്റാക്കണം, അതായത് ഒന്ന് പെയിൻ്റ് അടിക്കാനുണ്ട് എനിക്ക് മുറ്റം. പിന്നെ റൂം ഉള്ളിലൊന്നും ഏകദേശം അങ്ങനെ അലമ്പൊന്നും ഇല്ല, ഒക്കെ ഏകദേശമൊക്കെ സെറ്റാണ്. പിന്നെ ഇന്നലെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 വലിയ ബക്കറ്റ് ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ആ ബക്കറ്റൊക്കെ ഒന്ന് ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചു, കാരണം വാമിയൊക്കെ വന്നു കഴിഞ്ഞാൽ വാമി കുറേ നാൾക്ക് ശേഷം കാണുന്നതല്ലേ. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ ആ ബക്കറ്റിൽ തന്നെ ആയിരിക്കും 2 ആളും, ജിംബുവും 3 ആൾ കേട്ടോ, ജിംബുവും അപ്പവും വാമിക്കുട്ടനും. അപ്പോൾ അതൊക്കെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചു. എവറിത്തിങ് സെറ്റാണ് അവർ വരാൻ വേണ്ടിയിട്ട്. ഇനി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം, കുറേ നാൾക്ക് ശേഷമായിട്ട് കാണല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിതേ മേലെ 2 ദിവസമായി മേലേക്കും കയറിയിട്ട് ഗൈസ്. ഇന്ന് ഞാൻ ബെഡ്ഷീറ്റും പുതപ്പുകളൊന്നും ബ്ലാങ്കറ്റുകളൊന്നും ഞാൻ മടക്കിയൊന്നും വെച്ചില്ല, കാരണം എൻ്റെ കപ്പാസിറ്റി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മടക്കി വെച്ച് മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ, നേരെ മടക്കി വെച്ചില്ല, ജസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അത്രേ ചെയ്തുള്ളൂ. മേലെ ഭാഗം നമ്മൾ എന്നും തുടയ്ക്കത്തില്ല കേട്ടോ, താഴെയാണ് എന്നും അടിച്ചു വാരി തുടയ്ക്കുകയൊക്കെ ചെയ്യാറുള്ളത്. മേലെ ഒരു 2-3 ദിവസം കൂടുമ്പം ജസ്റ്റ് തുടയ്ക്കും, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ച് തുടയ്ക്കും. അല്ലാത്ത ദിവസമൊക്കെ ജസ്റ്റ് അടിച്ചു വരെയുള്ളൂ കേട്ടോ. ഞാൻ മിക്കതും എന്നും അടിച്ചു വരാൻ നോക്കും, എന്തെങ്കിലും തിരക്ക് വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ മേലെ ഭാഗത്ത് അടിച്ചു വരാതിരിക്കുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ദേ എൻ്റെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു. മൈ ഗോഡ് ഗൈസ്, ഒരു ലൈവ് പോയി, പക്ഷെ വലിയ റെസ്പോൺസ് ഒന്നുമില്ല കേട്ടോ. ഈ ലൈവിൻ്റെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റ് ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ലൈവ് ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ലൈവിന് റെസ്പോൺസ് ഭയങ്കര കുറവായിരിക്കും. ആക്ച്വലി എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എൻ്റെ ലൈവ് ആക്ച്വലി നല്ലൊരു നൈസ് ലൈവുകളാവാറുണ്ടായിരുന്നു. ബട്ട് കുഴപ്പമില്ല, ഞാൻ ആ കൺസിസ്റ്റൻസി പിടിക്കും. എനിക്ക് ഒരാൾ പോലും ലൈവുള്ള എന്തോരം ദിവസങ്ങളുണ്ടായിരുന്നെന്നറിയും. സോ ഇന്ന് 10 ആയിരുന്നു. സോ എനിക്ക് അത്ര ഒരു വിഷമം തോന്നുന്നില്ല, പക്ഷെ ഞാനത് സെറ്റാക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്തിരി ഉള്ളൂ. ഇനി നടക്കണം, ബിക്കോസ് ഞാൻ നല്ല ടയേർഡാണ്. ഇനിയും വീഡിയോ എടുത്ത് നടത്തിയാൽ ചിലപ്പോൾ ഞാൻ തളർന്ന് വീഴും ഗൈസ്. ഓക്കെ, ബൈ.